അപ്പോൾ നമ്മുടെ ഊട്ടി ട്രെയിൻ നമ്മുടെ പെർഫെക്റ്റ് ടൈമിങ്ങിലാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ കണ്ടോ നമ്മുടെ ഊട്ടി ട്രെയിനാണിത്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഊട്ടി ട്രെയിൻ നമ്മുടെ ഇത്ര അടുത്ത് നേരിട്ട് കാണുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും കുന്നിൻ്റെ ചെരുവുകളിൽ ടെറസുകളായി സെറ്റ് ചെയ്തേക്കുന്ന അതിമനോഹരങ്ങളായിട്ടുള്ള വീടുകളും പൈക്കര ലേക്കും പൈൻ ഫോറസ്റ്റും ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞ ഒരു കാട്ടുപാതയുമെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഗൂഡല്ലൂരിലേക്ക് എത്തി അവിടെ നിന്ന് സമതല പ്രദേശത്തിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വനത്തിലൂടെയുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഈ യാത്രയിൽ നല്ല തണുപ്പിൽ ഈ ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ പോകുന്ന ഒരുപാട് വൈൽഡ് ആനിമൽസിനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മസിനഗുഡി വഴി നമുക്ക് ഊട്ടിയിലേക്ക് വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ടു നമ്മൾ ആദ്യം കോയമ്പത്തൂർ വഴി ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയിൽ നിന്ന് നമ്മൾ ഗൂഡല്ലൂർ വന്ന് അവിടുന്ന് തേപ്പക്കാട് നിന്ന് നമ്മൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു കവാടത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ കവാടം മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് ഫോറസ്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എത്താൻ പറ്റുക. അപ്പുറത്തും ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷേ അതുവഴി നമുക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ TN43 രജിസ്ട്രേഷനുള്ള വണ്ടികൾ മാത്രമേ അതുവഴി. ഇതൊരു സർക്കിളാണ്, അതായത് ഊട്ടിയിൽ വന്നിട്ട് നമ്മൾ ഗൂഡല്ലൂർ വന്ന് ഇതുവഴി തേപ്പക്കാട് നിന്ന് മസിനഗുഡി വഴി വീണ്ടും നമ്മൾ ഊട്ടി, ഒരു സർക്കിൾ പോലെ. അപ്പോൾ നമുക്ക് ഇതുവഴി വരാൻ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതുവഴി വരാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ അപ്പുറത്തെ വഴി വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വഴി കുറച്ച് സ്റ്റീപ്പാണ്, നല്ല ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിങ് കുറച്ച് അൺകംഫർട്ടബിളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രമേ അതുവഴി അവർ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം അവർ ഇതുവഴി നമ്മളെ അലോ ചെയ്യുന്നത്. അപ്പോൾ ഈ വഴി വരാനായിട്ട് നമ്മൾ ഊട്ടിയിൽ വരിക. ഊട്ടിയിൽ വന്നിട്ട് ഗൂഡല്ലൂർ, അവിടെ നമുക്ക് ഈ ഒരു പാതയിലൂടെ കയറാൻ പറ്റും. ഇത് മുതുമല ടൈഗർ റിസർവ് വെൽക്കംസ് യു. അപ്പോൾ ആ ഒരു പാസിലൂടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ തേപ്പക്കാട് ചെന്നിട്ട് അവിടുന്ന് മസിനഗുഡി, പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും ഊട്ടിയിലേക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ വന്നിട്ട് നേരെ ഇതുവഴി തേപ്പക്കാട് അങ്ങനെ ഊട്ടിയിലേക്ക് എത്താം. നേരിട്ട് പോകാണ്ട് തന്നെ ഈ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഊട്ടിയിലേക്ക് എത്താം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു റൂട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപാതയാണ്, ശരിക്കും അടിപൊളി ഒരു കാട്ടുപാതയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ആന വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആനയെ കണ്ടിട്ടുണ്ട്, മാൻ, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മാപ്പ് കൊടുത്തേക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇതിനു മുൻപ് ഒരു മഴക്കാലത്താണ് ഞാൻ മസിനഗുഡി വഴി ഈ ഒരു പാതയിലൂടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. എന്നാൽ മഴ മാറി മഞ്ഞ് മാറി വേനലാവുന്നതിൻ്റെ എല്ലാവിധ അടയാളങ്ങളും ഈ ഒരു പാതയിൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. മഴക്കാലത്ത് ചുറ്റിനും പച്ച വിരിച്ച പുൽമൈതാനങ്ങളും പച്ച വിരിച്ച മരങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കുക. എന്നാൽ വേനലാവുന്നതിൻ്റെ എല്ലാവിധ അടയാളങ്ങളും പ്രകൃതി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും വെള്ളത്തിൻ്റെ അഭാവം മൂലം പുല്ലുകളിൽ ബ്രൗൺ നിറം വന്നു തുടങ്ങിയിരിക്കുന്നു. മരങ്ങളിൽ ചിലതെല്ലാം ഇല പൊഴിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു വന്യമൃഗത്തിനെ കാണുന്നതിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ച് തീർന്നില്ല. ഒരു ഇടത്തരം സൈസിലുള്ള ഒരു കൊമ്പനാന റോഡിന്റെ ഒരു വശത്തായി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ 2 കൊച്ചു കുട്ടികളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു കാട്ടുകൊമ്പനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച വളരെയധികം ആശ്ചര്യത്തോടെ ഒരുപാട് നേരം അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് ചെന്നപ്പോൾ ഒരു അമ്മമാൻ ഉൾക്കാട്ടിലുള്ള വേട്ടക്കാരെ പേടിച്ചുകൊണ്ട് അതിൻ്റെ കുട്ടിയെ തീറ്റുന്നതിനായി റോഡിൻ്റെ ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ ആന നിപ്പുണ്ട്. നമ്മൾ ഒരുപാട് ലോങ് സൈറ്റ് വ്യൂ ആണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്.
തേപ്പക്കാട് നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കർണാടക ബോർഡറാണ്. ഇവിടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി നമുക്ക് കർണാടകയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഈ ഒരു പാതയും വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഈ ഒരു പാതയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി തിരിച്ച് തേപ്പക്കാട് വന്ന് അവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. നമ്മൾ ഇവിടെ കയറുമ്പോഴത്തേക്ക് ഒരു 20 രൂപ കളക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈഗറിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടാണ് അതിനുള്ള സാധ്യത കുറയുന്നത്. എങ്കിലും നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കടയെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേപ്പക്കാടുള്ള 3 റോഡുകൾ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഈ ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടികളെല്ലാം പോകുന്ന ഊട്ടി ഭാഗത്തേക്കാണ്. അതായത് മസിനഗുഡി വഴി ഊട്ടി ഭാഗത്തേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. മസിനഗുഡി റൂട്ടാണ് ഈ ഒരു സ്ട്രൈറ്റ് റോഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പം കർണാടകയിലോട്ട് പോയി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ കയറി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് പോകുന്നത് നമ്മുടെ കർണാടക ഭാഗത്തേക്കാണ്. പിന്നെ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈം രാവിലെയോ അല്ലെങ്കിൽ ഒരു 7 മണിക്ക് മുന്നെയോ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടോ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 3 കൂടിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളപ്പോൾ മസിനഗുഡിക്ക് പോവുകയാണ്. അപ്പോൾ ഈ റോഡിലൂടെയാണ് നമ്മൾ മസിനഗുഡിക്ക് പോകുന്നത്. ഞാൻ വണ്ടി അവിടെ മുന്നോട്ട് മാറ്റി പാർക്ക് ചെയ്തേക്കാണ്. മച്ചാനാരോ ഒരു തണ്ണിവട്ടം കൊടുത്തിട്ടുണ്ട് പൈസയിലേക്ക് കേട്ടോ. അവരുടെ സന്തോഷം കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് കഴിക്കുന്നു. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ബ്രെഡും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കയറാണ്ടിരിക്കാൻ വേണം. പിന്നെ ഇതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് കണ്ടത് അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഏകദേശം ഉച്ച സമയമായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിലുള്ള വൈൽഡ് ആനിമൽസിനെ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു യാത്ര ഏറ്റവും മനോഹരമായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അടുത്ത വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.